യെസ്, പോളിംഗ് ബൂത്ത് വിശദമാകുമ്പോൾ ഇന്നിപ്പോൾ പോളിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട്. ഒപ്പം തന്നെ സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചാരണത്തിന് തയ്യാറെടുക്കുകയാണ്. ഫോൺ വിളിച്ചുകൊണ്ട് വലിയ രീതിയിൽ പൊതുജന രംഗത്തേക്കൊന്നും ഇറങ്ങാതെയുള്ള വളരെ നിശബ്ദമായ പ്രചാരണ പരിപാടികളൊക്കെ എല്ലാ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നും തുടങ്ങിയ റിപ്പോർട്ടുകൾ നമ്മൾ മുൻപ് കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ സംസ്ഥാനത്ത് പോളിംഗ് സാമഗ്രികളുടെ വിതരണവും ആരംഭിച്ചിരിക്കുകയാണ്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇതിനായി പ്രത്യേക ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെ അറിയേണ്ടതുണ്ട്. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് മുഹമ്മദ് ആഷിഖുണ്ട് വിവരങ്ങൾ നൽകാനായി. ആഷിഖ്, ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം അവിടെ എങ്ങനെ പുരോഗമിക്കുന്നു? സംസ്ഥാനത്ത് നാളെ നടക്കാനുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് അല്പനേരം മുമ്പ് ഇവിടെ ആരംഭിച്ചത്. ഞാൻ നിൽക്കുന്നത് പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള സാധന സാമഗ്രികളുടെ വിതരണമാണ് ഇവിടെ നടക്കുന്നത്. പോളിംഗ് സാമഗ്രികളും കൂടാതെ EVM, VVPAT മെഷീനുകളുടെ വിതരണമാണ് നടക്കുന്നത്. VVPAT, EVM മെഷീനുകളുടെ വിതരണ ചുമതല അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്കും കൂടാതെ മറ്റ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം തഹസീൽദാർക്കുമാണ് ഇതിന്റെ ചുമതല ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒരു പ്രൊസീഡിംഗ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ സംഘവും ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും ചേരുന്ന പ്രത്യേക സംഘമാണ് ഓരോ ബൂത്തുകളിലേക്ക് നിയമിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ബൂത്തുകളിലേക്ക് പ്രൊസീഡിംഗ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ആളുകൾ അതത് കൗണ്ടറുകളിൽ നിന്ന് മെഷീനുകളും EVM മെഷീനുകളും മറ്റ് പോളിംഗ് സാമഗ്രികളും അടക്കമുള്ളവ ശേഖരിച്ച് മറ്റിടങ്ങളിലേക്ക് ബൂത്തുകളിലേക്ക് പോകും. പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള വാഹനത്തിലായിരിക്കും ഈ പ്രൊസീഡിംഗ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം ബൂത്തുകളിലേക്ക് എത്തുക. ശേഷം ഇന്ന് ബൂത്തിൽ ഇന്നേ ദിവസം അവിടെ തങ്ങി നാളേക്കുള്ള ബൂത്ത് സജ്ജീകരണം അടക്കമുള്ള ഒരുക്കിക്കൊണ്ടായിരിക്കും ഈ പോളിംഗ് ായിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുക. അതുകൂടാതെ ഇവിടെ പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന കൗണ്ടറുകൾ കൂടാതെ EVMന്റെ ട്രെയിനിങ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. EVM മെഷീനിന്റെ ട്രെയിനിങ്ങും ഡെമോയും അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് എല്ലാ ഉദ്യോഗസ്ഥരും തന്നെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുള്ള മറ്റ് വിതരണങ്ങൾ പൂർത്തിയാക്കിയാൽ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വാഹനത്തിൽ ഉദ്യോഗസ്ഥർ അതത് ബൂത്തുകളിലേക്ക് മടങ്ങും. സംസ്ഥാനത്ത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. മിക്ക പോളിംഗ് സ്റ്റേഷനുകളിലേക്കും പ്രിസൈഡിംഗ് ഓഫീസർമാർ തന്നെ നേരിട്ട് വന്ന് ഹാജരായി EVM ഒഴികെയുള്ള മറ്റ് പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും നാളത്തെ തെരഞ്ഞെടുപ്പിനായി വലിയ മുന്നൊരുക്കങ്ങൾ പ്രത്യേകിച്ച് അധിക സുരക്ഷ വേണ്ടിയെടുത്ത് സൈനികരെ അടക്കം വിന്യസിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരു സന്നാഹം, തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളൊക്കെ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് സംസ്ഥാനത്തുടനീളം കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി കോഴിക്കോടേക്ക് പോകുമ്പോൾ അവിടെ വെള്ളിമാടുകുന്ന് JDT സ്കൂളിൽ നിന്ന് സലാം മുഹമ്മദ് കൂടി ചേരുകയാണ് വിവരങ്ങൾ നൽകാനായി. സലാം, ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അവിടെ ഏത് രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു? കൃത്യം 8 മണിക്ക് തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം കോഴിക്കോട് JDT ഇസ്ലാം ഓപ്പൺ സ്റ്റേജിനുള്ളിൽ ആരംഭിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരൊക്കെ തന്നെ കൃത്യം 8 മണിയോട് കൂടി തന്നെ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വലിയ തിരക്കാണ് ഈ സാമഗ്രികളുടെ വിതരണം സംബന്ധിച്ച്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ വലിയ തിരക്കാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും ആദ്യം വന്ന ആളുകളുടെ അല്ലെങ്കിൽ ആദ്യം ലഭിക്കേണ്ട സാമഗ്രികളൊക്കെ തന്നെ ഉദ്യോഗസ്ഥർക്ക് കൈമാറാൻ സാധിച്ചിട്ടുണ്ട്. വിതരണം ഇപ്പോൾ തുടരുകയാണ്. കനത്ത സുരക്ഷയാണ് ഈ വിതരണ കേന്ദ്രത്തിനുള്ളിൽ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ ഇത് സംബന്ധിച്ച് നേരത്തെ ഈ ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, അങ്ങനെ ആ രീതിയിലുള്ള ഈ പല ഉദ്യോഗസ്ഥർക്കും ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ പോസ്റ്റൽ വോട്ട് സംബന്ധിച്ച് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന തരത്തിലുള്ള ഒരു പ്രശ്നം നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് ഈ വിതരണ കേന്ദ്രങ്ങളിൽ തന്നെ ഈ വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു സെൻറ്റർ ഒരുക്കിയിട്ടുണ്ട്. അവിടെ തപാൽ വോട്ട് സംബന്ധിച്ച് അല്ലെങ്കിൽ പോസ്റ്റൽ വോട്ട് ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ JDT ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിനുള്ളിലാണ് ഈ കേന്ദ്രം ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളൊക്കെ തന്നെ വിതരണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർ കൃത്യമായി നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള ആളുകളൊക്കെ ഇത്ര ബൂത്തുകളിലുള്ള ആളുകളൊക്കെ ഏത് ഭാഗത്താണ് ഉദ്യോഗസ്ഥരൊക്കെ നിൽക്കേണ്ടത്, അത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ അതിനുള്ള സംവിധാനവും കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും സുഗമമായ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ തന്നെ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കനത്ത സുരക്ഷ പോലീസ് നേരത്തെ
നേരത്തെ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസ് അഹമ്മദെങ്കിൽ പോലീസ് ഇപ്പോൾ ഇവിടെ എത്തി സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട്. ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്കാണ് ഈ സ്ഥലത്ത് ഉള്ളത്. ഇവരൊക്കെ തന്നെ ഈ സാമഗ്രികൾ, അതായത് ബൂത്തുകളിലേക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ അവരുടെ ബൂത്തുകളിലേക്ക് വേണ്ട തെരഞ്ഞെടുപ്പ് സാമഗ്രികളൊക്കെ തന്നെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യൂ അല്ലെങ്കിൽ അത്തരം ഒരു സംവിധാനം. ആളുകൾക്ക് വിശ്രമിക്കാനും ഈ ചൂടായതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട്, കൂടുതൽ നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇവിടെ വിശ്രമിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ആ തരത്തിൽ വളരെ സുഗമമായ നടത്തിപ്പിന് വേണ്ട എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. തീർച്ചയായിട്ടും സലാം, എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും നാളത്തെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് സുഗമമായി നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകുന്നു. ഇപ്പോൾ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുകയാണ്. അതായത് പ്രിസൈഡിംഗ് ഓഫീസർമാർ പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങുന്നു. സംസ്ഥാനത്തുടനീളമാണ് ഇത്തരം പരിപാടികൾ, ഇതിന്റെ കാഴ്ചകളൊക്കെ നമ്മൾ ഇന്ന് കണ്ടത്.